ഇതൊരു ഇൻ്റർവ്യൂ ടിപ്സ് വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറങ്ങി വരുന്ന മഹാന്മാർക്കും ആദികൾക്കും പ്രത്യേകിച്ച്. കാരണം ഇത് പഠിച്ചിറങ്ങിയിട്ട് ഈ പറയാൻ പോകുന്ന മിസ്റ്റേക്ക് ഞാനും ചെയ്തിരുന്നത് തന്നെയാണ്. പക്ഷേ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി അതിലേക്ക് ആളുകളെ ഹയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ടില്ലാത്തവർ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കുക, അതിലിപ്പോഴും ഉണ്ട്. അത് SEO എക്സ്പേർട്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. അത് ആഡും റൺ ചെയ്തിരുന്നു. ഇൻ്റർവ്യൂവിന് ലീഡ്സൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഈ അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ആ പോസ്റ്ററിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന മെസ്സേജോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക, അതിന് കുറച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ കിട്ടിയ ലീഡ്സിൽ വെറും ഒരു 10% ഇല്ല, ഒരു 8% ആളുകൾ മാത്രമേ, അധികം ലീഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല, 20-25 ലീഡ്സ് അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ വെറും 8% ആളുകൾ മാത്രമേ അത് നോക്കിയിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചതുള്ളൂ. അല്ലാത്തവരൊക്കെ ഇല്ലാത്തവരൊക്കെ കയ്യിലുണ്ട പഴയ CV SEO എക്സ്പേർട്ട് എന്ന് മാത്രം വായിച്ച് അടിയിൽ നമ്പറും കണ്ട് അതിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരുന്നു. സോ അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം പോസ്റ്ററിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ HR വിഭാഗം ആഡ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണെന്നുള്ള നിലക്കാണ്. സോ ഈ ഒരു മിസ്റ്റേക്ക് ആരും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പോസ്റ്ററിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് അതിനനുസരിച്ച് മെസ്സേജ് അയക്കുക. ചാടി കയറി എൻ്റെ കയ്യിൽ ഒരു പഴയ CV ഉണ്ട്, അടിയിൽ ലിങ്കും ഉണ്ട്, അതിൽ ലിങ്കിൽ നിൽക്കുക, നയിക്കുക, പിന്നെ CV ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി കിട്ടിയ ലീഡ്സിൽ കിട്ടിയ CVയിലും കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് വരാം.